ആദ്യം തന്നെ ഈ ചർച്ച ആരംഭിച്ചത് പ്രബീർ പുർക്കായസ്ഥയുടെ വാർത്ത പറഞ്ഞുകൊണ്ടാണല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇന്ന് രാജ്യത്തെ മാധ്യമപ്രവർത്തകർ മാത്രമല്ല, രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളെല്ലാം സംബന്ധിച്ചിടത്തോളം വളരെ ആവേശകരമായിട്ടുള്ള ഒരു പ്രതീക്ഷയുടെ ഒക്കെ ദിവസമാണ് ഇന്ന്. ഇന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസമാണ് ഗൗതം നവലങ്ക ജയിലിൽ നിന്നും ദീർഘകാലത്തെ തടവിന് ശേഷം പുറത്തിറങ്ങുന്നത്. അതിനു മുമ്പ് നിരവധി പേരുകളുണ്ട്. നമ്മുടെ മുന്നിൽ ടീസ്റ്റ സെതൽവാദിന്റെ അനുഭവമുണ്ട്, അതുപോലെ ആനന്ദ് തേൽത്തുംബഡെയുടെ അനുഭവമുണ്ട്, അതുപോലെ സുധാ ഭരദ്വാജിന്റെ അനുഭവമുണ്ട്. ഇങ്ങനെ നിരവധിയായിട്ടുള്ള ഇന്ത്യയുടെ ദൈക്ഷണിക മേഖല, അക്കാദമിക് മേഖല, ജനാധിപത്യ വിശ്വാസികൾ എല്ലാം ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന നിരവധിയായിട്ടുള്ള ആളുകളെയാണ് ഗവൺമെന്റിനെതിരെ ശബ്ദമുയർത്തി എന്ന കാരണം കൊണ്ട്, മതനിരപേക്ഷതയുടെയും ജനാധിപത്യത്തിന്റെയും കൂടെ നിന്നു എന്ന കാരണം കൊണ്ട്, ജനാധിപത്യ സംവിധാനങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് തടവിലിട്ടിട്ടുള്ള കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളത്. അതിന് നിരന്തരം ഒരു തിരിച്ചടി ലഭിക്കുന്ന ഒരു കാഴ്ച കൂടി നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇന്ത്യൻ ജനാധിപത്യത്തെ ഇന്ത്യയിലെ സംഘപരിവാരം വിഴുങ്ങാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചിരിക്കുന്നത്. ഇതിനെ നമ്മൾ കേവലം നേരത്തെ ആര് പ്രധാനമന്ത്രിയാകും, അല്ലെങ്കിൽ എത്ര സീറ്റ് ആളുകൾക്ക് ലഭിക്കും എന്നല്ലെ അങ്ങനെയുള്ള ചില വാഗ്വാദങ്ങൾ കൊണ്ടോ വാക്കേറ്റങ്ങൾ കൊണ്ടോ ഒന്നുമല്ല ഇതിനെ വിലയിരുത്തേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറിച്ച് ആരാണ് പ്രധാനമന്ത്രി, ഏത് വ്യക്തിയാണ് എന്നുള്ളത് പോലും അല്ല ചോദ്യം. ഇന്ത്യയിൽ സംഘപരിവാരത്തിന്റെ പ്രതിപക്ഷത്ത് നിൽക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടനയാണ്. ആ ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള, എന്താണോ ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനങ്ങൾ, അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ്. ആ പോരാട്ടത്തിന്റെ ഭാഗമാണ് ഇന്ത്യയിൽ പ്രബീർ പുർക്കായസ്ഥ. ആ സമരത്തിന്റെ ഭാഗമാണ് സുധാ ഭരദ്വാജും ആനന്ദ് തേൽത്തുംബഡെയും ഗൗതം നവലങ്കയും ഉൾപ്പെടെയുള്ള ആളുകൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനാധിപത്യം തനിയെ നിലനിൽക്കുന്ന ഒരു സാധനമല്ല ഇത്. ഒരു പേപ്പറിലുണ്ട് എന്നുള്ളതുകൊണ്ട് ജനാധിപത്യം നിലനിൽക്കില്ല. ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ ജനാധിപത്യ ബോധമുള്ള സാമൂഹിക ശരീരം ഉണ്ടാകണം. എന്ന് വെച്ചാൽ മതനിരപേക്ഷതയുടെ കൂടെ അടിയുറച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ പുരോഗമന മൂല്യങ്ങളുടെ കൂടെ നിൽക്കുന്ന സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ വേണ്ടി ഒരു ഭാഗത്ത് നമുക്ക് സാധിക്കണം. മറുഭാഗത്ത് ജനാധിപത്യ സംവിധാനങ്ങൾ, സ്ഥാപനങ്ങളെ അതിന്റെ സ്വതന്ത്ര ശേഷിയോടുകൂടി നിലനിർത്താൻ വേണ്ടി പറ്റണം. ഇത് രണ്ടും ഇന്ത്യയിൽ അട്ടിമറിക്കപ്പെട്ടു. ജനാധിപത്യം സംരക്ഷിക്കേണ്ട സ്ഥാപനങ്ങൾ, അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുകളാകട്ടെ, പാർലമെന്റ് ആകട്ടെ, മീഡിയ ആകട്ടെ, അല്ലെങ്കിൽ അത് അന്വേഷണ ഏജൻസികളാകട്ടെ, ഇങ്ങനെയുള്ള എല്ലാ ജനാധിപത്യ സ്ഥാപനങ്ങളും പിന്നെ അട്ടിമറിക്കപ്പെടുന്ന, അകത്തു നിന്നും പിടിച്ചെടുക്കപ്പെടുന്ന, അതിനെ തങ്ങളുടെ ഇംഗിതത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതിനാണ് ഇന്ത്യയിൽ തിരിച്ചടി ഇപ്പൊ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിതീഷ്, ആ വളരെ പ്രസക്തമായ ഒരു തിരിച്ചടിയുടെ നിരീക്ഷണമാണ്. തുടർച്ചയിൽ അതായത് ഈ ഏജൻസികളിൽ, എക്സിക്യൂട്ടീവ് ഏജൻസികൾ ഇപ്പോഴും സർക്കാരിനോടൊപ്പം നിലയുറപ്പിക്കുമ്പോൾ ജുഡീഷ്യറിയിൽ നിന്ന് മാറുന്ന ഒരു കാറ്റുണ്ടാവുന്നു. ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്. ഈ സാമൂഹിക മാധ്യമങ്ങളെ നിയന്ത്രിക്കാനും ഓഡിറ്റ് ചെയ്യാനുമായിട്ട് PRDക്ക് അമിതാധികാരം നൽകുന്ന ചട്ടങ്ങൾക്കെതിരെ സുപ്രീം കോടതി നിലപാടെടുത്തത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം പ്രബീർ പുർക്കായസ്ഥ, ഗൗതം നവൽഖ തുടങ്ങിയവർ, ആനന്ദ് തെംഡുടെ പോലെയുള്ളവർ. അപ്പോൾ ഈ മോചനങ്ങൾ ഉണ്ടാവുന്നതും അനധികൃതമായി പിടിച്ചു എന്ന് കോടതിക്ക് ബോധ്യം വരുന്നു. ഒടുവിൽ അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യമെന്ന അസാധാരണമായ സുപ്രീം കോടതി അധികാരം പ്രയോഗിച്ചുകൊണ്ടുള്ള നീക്കം നടക്കുന്നു. അപ്പോൾ എക്സിക്യൂട്ടീവിൽ ഉള്ള ഏജൻസികൾ മാത്രമാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രിക്കൊപ്പം നിലയുറപ്പിച്ചിരിക്കുന്നത്, ഈ ഭരണകൂടത്തിനൊപ്പമുള്ളത്. ബാക്കി ഏജൻസികളെല്ലാം മാറുന്നുവെന്ന സൂചന. മാധ്യമങ്ങളുടെയും റിപ്പോർട്ടിങ്ങിൽ ഒരു മാറ്റം വരുന്നു. ഇപ്പോൾ ധ്രുവരാധിയെ പോലെയുള്ള സമാന്തര മാധ്യമങ്ങൾ, സാമൂഹ്യ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ഇന്ത്യ അടക്കം ചർച്ചയാവുന്നു. നരേന്ദ്രമോദിയെ തുറന്നു കാട്ടുന്ന തരത്തിലുള്ള വീഡിയോകൾ വലിയ രീതിയിൽ ഷെയർ ചെയ്യപ്പെടുന്നു. ആ രീതിയിൽ എക്സിക്യൂട്ടീവിനും അപ്പുറത്തേക്ക് ഫോർത്ത് സ്റ്റേറ്റ്സിന്റെ മാധ്യമങ്ങളും ഒപ്പം ജുഡീഷ്യൽ സംവിധാനങ്ങളും ഈ ഭരണകൂടത്തിനെതിരെ ശക്തമായ പ്രതിരോധമായി മാറിക്കഴിയുന്നു 4 ഘട്ടം കഴിയുമ്പോൾ എന്ന് തോന്നുന്നുണ്ടോ നിതീഷ്? തീർച്ചയായിട്ടും അവിടെയാണ് ജനാധിപത്യം തിരിച്ചു വരും, അല്ലെങ്കിൽ ജനാധിപത്യം മരണത്തിന്റെ മുനമ്പിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടാകുന്നത്. അത് ഗവൺമെന്റ് സ്ഥാപനങ്ങൾ അതിന്റെ കരുത്തോടെ നിൽക്കുമ്പോഴല്ല, മറിച്ച് അതിന് പുറത്തുള്ള മാധ്യമങ്ങളാകട്ടെ, അല്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാപനങ്ങളാകട്ടെ, അല്ലെങ്കിൽ സർവകലാശാലകളാകട്ടെ, അല്ലെങ്കിൽ സ്വതന്ത്ര ബുദ്ധിജീവികളാവട്ടെ, എഴുത്തുകാരാകട്ടെ, ഇങ്ങനെ ഒരു സമൂഹത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി പറ്റുമ്പോഴാണ് ജനാധിപത്യത്തിന്റെ വേര് ശക്തമായിട്ട് നിൽക്കും എന്നുള്ള തോന്നൽ ഉണ്ടാവുക. അതിന് ഇന്ത്യയിലെ ജുഡീഷ്യറിയിൽ നിന്നും പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള ചില വാർത്തകൾ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം ഇന്ത്യയിലെ ഈ സ്ഥാപനങ്ങൾ മുഴുവൻ നേരത്തെ ഇപ്പൊ തന്നെ സൂചിപ്പിച്ച് ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ വിഷയം പറഞ്ഞു കഴിഞ്ഞല്ലോ. പ്രിയപ്പെട്ട അരുൺ, നമ്മൾ തന്നെ കണ്ടിട്ടുള്ളതാണ്. ഇലക്ട്രൽ ബോണ്ട് നൽകിയിട്ടുള്ള 30 കമ്പനികളിൽ, ആദ്യത്തെ ഏറ്റവും കൂടുതൽ പണം നൽകിയ 30 കമ്പനികളിൽ
14 കമ്പനികളും ഇഡി റെയ്ഡ് ചെയ്തതിന് ശേഷം പണം നൽകിയതാണ് എന്നുള്ള ചിത്രം ഇന്ത്യക്ക് മുന്നിൽ വന്നു കഴിഞ്ഞു. മാത്രല്ല, ഇപ്പോ എത്രയോ ഉദാഹരണങ്ങൾ, ഞാനതിന്റെ എല്ലാ വിശദാംശത്തിലേക്കും പോവുകയൊന്നല്ല. ഉത്തരാഖണ്ഡിലെ ടണൽ തകർന്നുകൊണ്ടുള്ള അപകടം ഉണ്ടായിട്ടുണ്ട്. നവയുഗ് എന്ന കമ്പനിയാണ് ആ ടണൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അതിന് അനുവാദം കൊടുത്തത്. അത് ഈ ഇലക്ട്രൽ ബോണ്ട് നൽകിയിട്ടുള്ള കമ്പനിയാണ്. അതുപോലെ അഹമ്മദാബാദിലെ മേൽപ്പാലം തകർന്നു വീണത്, ആ കമ്പനി ഇലക്ട്രൽ ബോണ്ട് നൽകിയിട്ടുള്ള കമ്പനിയാണ്. മാത്രല്ല, ഇന്ത്യയുടെ മെഡിക്കൽ മേഖലയിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ട് നൽകിയിട്ടുള്ള കമ്പനികളെ പലതും എടുത്ത് പരിശോധിച്ചാൽ ഇതുപോലെ തന്നെ നിലവാരം കുറഞ്ഞ അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള മരുന്ന് നിർമ്മാണത്തിൽ കേസുകളുള്ള കമ്പനികൾ പോലുമായിരുന്നു. ഞാൻ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനാധിപത്യ സംവിധാനങ്ങളെ അകത്തു നിന്നും പിടിച്ചെടുത്ത് തങ്ങളുടെ ഇംഗിതത്തിന് വേണ്ടി കോർപ്പറേറ്റ് കൊള്ളക്ക് വേണ്ടി ഉപയോഗിക്കുക, അതുപോലെ ജനാധിപത്യത്തെ തകർക്കാൻ വേണ്ടി ഉപയോഗിക്കുക. അതിനുള്ള തിരിച്ചടി ഇന്ത്യയിൽ നിന്നും ലഭിച്ചു. വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ് രതീഷ്. ഞാൻ വരാം അങ്ങയിലേക്ക്. Debate with Arun Kumar.